ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈക്കത്തേക്ക് പോവുകയാണ്. എൻ്റെ വീട് വൈക്കമാണ്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഇത് അനുബന്ധിച്ച് വൈക്കത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പകർത്തുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്ന് കുറച്ച് അമ്പൽപ്പാടം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ ഗൈസ് അമ്പൽപ്പാടം. നിറച്ചാണ്. നമ്മളിത് അടുത്തുള്ളത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. വെള്ളയും ചുമലയും രണ്ട് അമ്പലം നിറച്ചുണ്ട്. ഇത് കൃഷി ചെയ്യുന്ന പ്രദേശമാണ്. ഇപ്പോൾ വെള്ളം കയറ്റി ഇട്ടേക്കുവാണ്, കളക്ക് കിളിപ്പിക്കാൻ ഇട്ടേക്കുവാണ്. പിന്നെ ഈ അമ്പലെല്ലാം പറിച്ചു കളയും. എന്നിട്ട് കള കളഞ്ഞിട്ട് വേണം ഇനി അടുത്ത കൃഷി തുടങ്ങാനായിട്ട്. പുഞ്ചയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം കയറ്റി ഇട്ടേക്കുവാണ്. ഇതൊരു അമ്പൽപ്പാടമാണ് കേട്ടോ ഗൈസ്. ഇവിടെ കണ്ടോ ഗൈസ്, ഭയങ്കര അമ്പൽപ്പാടമാണ്. കണ്ടോ കണ്ടോ ഗൈസ്, ഇവിടെ കൊറേ പാടങ്ങളാണ് ഇവിടെയൊക്കെ. കണ്ടോ, ഇതൊരു തോടാണ് കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മൾ നീലമ്പേരൂർ അമ്പലം എത്താറായിട്ടുണ്ട്. നീലമ്പേരൂർ അമ്പലത്തിലാണ് പടയണി നടക്കുന്നത്. ഏറ്റവും വലിയ പടയണി നടക്കുന്ന അമ്പലമാണ് നീലമ്പേരൂർ അമ്പലം. അപ്പൊ നമ്മൾ നീലമ്പേരൂർ അമ്പലത്തിന്റെ അടുത്തുകൂടിയാണ് പോകുന്നത്. അവിടെ നീലമ്പേരൂർ അമ്പലം എത്തി ഗൈസ്. നീലമ്പേരൂർ അമ്പലം പടയണി നടക്കുന്നത്. നീലമ്പേരൂർ അമ്പലം കൈനടിയിലോട്ട്. അപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരി കോട്ടയം റോഡിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. നമ്മളിത് ഹൈവേയിലേക്ക് കയറുവാണ്. MC റോഡാണിത്. ഇവിടുന്ന് നമ്മൾ ചിങ്ങവനത്തേക്കാണ് പോകുന്നത്. അതെ, നമ്മൾ MC റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ചിങ്ങവനമാണിത്. ചിങ്ങവനത്തേക്ക് നമ്മൾ കയറുവാണ്. ഇപ്പൊ നമ്മൾ ഹൈവേയിലാണ്. ഹൈവേ ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ എത്തും കേട്ടോ ഗൈസ്. പ്രമി സ്കൂള്, ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഇപ്പൊ എത്തും. ഇപ്പൊ ഇവരിവിടെയാണ് ചിങ്ങവനത്തെ ക്ലിമി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെയാണ് ഇവരുടെ സ്കൂള്. അതെ, സ്കൂളിന്റെ ഒരു മെയിൻ ഗേറ്റ് അല്ല, ഇത് സബ് ഗേറ്റ് ആണ്. ക്ലിമി സ്കൂൾ ജൂനിയർ കോളേജ് കണ്ടോ, ഇതിനകത്തോട്ടാണ് ഇവരുടെ സ്കൂള്. ഇവരുടെ സ്കൂളിനോട് ചേർന്ന് ഉള്ള പള്ളിയാണിത്. കാനായ പള്ളിയാണ് ഗൈസ്. ഇതും ഒരു പള്ളിയാണ് കേട്ടോ ഗൈസ്. അവിടെ കണ്ടോ, അവിടെ ഓഡിറ്റോറിയവും ഉണ്ട്. നമ്മളിപ്പോ ചിങ്ങവനം ജംഗ്ഷനാണിത്. ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇപ്പൊ ഒരു വളമുണ്ട്, അവിടെ നിന്ന് അങ്ങ് പോകുന്നതാണ്. പനച്ചിക്കാട്ടേക്ക് പോകുന്ന റോഡാണിത്. ഇവിടെ ജംഗ്ഷനിൽ നിന്നൊരു വളമുണ്ട്. ചിങ്ങവനത്തിൽ നിന്നാണ് നമ്മൾ പനച്ചിക്കാട് സ്ഥലത്തേക്ക് പോകുന്നത്. ഈ റോഡാണ് പനച്ചിക്കാട് പോകുന്ന റോഡ്. കണ്ടില്ലേ, പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. 4 കിലോമീറ്ററേ പനച്ചിക്കാട് അമ്പലത്തിലേക്കുള്ളൂ. അപ്പൊ ഗൈസ്, ഇനി കോട്ടയത്തോട്ട് എത്താനായിട്ട് ഇനി 8 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മളിപ്പം നാട്ടകത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ നാട്ടകത്ത് ഒരു പ്രസിദ്ധമായ ഒരു പോളിടെക്നിക്കിന്റെ ഒരു കോളേജൊക്കെ ഉണ്ട്.
ഏറ്റുമാനൂരിനും കോട്ടയത്തിനും എല്ലാം ഇടയ്ക്കാണ്. ഏറ്റുമാനൂര് ഇപ്പോൾ MC റോഡിൽ നിന്ന് അകത്തോട്ട് കയറുവാണ്. ഇത് സിമെന്റ് കവല എന്ന് പറയും. ഇവിടുന്ന് നമുക്ക് കുമരകത്തേക്ക് വേഗം എത്താനുള്ള ഒരു എളുപ്പവഴിയാണ്. ഇപ്പൊ നമ്മളിതേ വളയാൻ പോവുകയാണ്. സിമെന്റ് കവലയിൽ നിന്ന് നമ്മളിതേ അകത്തോട്ട് കയറുവാണ്. നമ്മൾ കോട്ടയം ടച്ച് ചെയ്യുന്നില്ല. ഓണമല്ലേ, അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ കോട്ടയം ടൗൺ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. കൂടാതെ കിലോമീറ്ററുകൾ കുറവുമുണ്ട്. പെട്ടെന്ന് നമുക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ കുമരകത്തേക്ക് എത്താൻ പറ്റും. അത് കോട്ടയമാണ് ഇവിടെ കാണുന്നത്. രണ്ട് സൈഡ് നല്ല ഭംഗിയാണ് ഈ വഴി പോകുമ്പോൾ. ദൂരക്കാഴ്ചയും നല്ല ഭംഗിയാണ്. അതെ, നമ്മള് കോട്ടയം ടച്ച് ചെയ്ത് വരുമ്പോ ആ നേരെയുള്ള റോഡാണ് വരുന്നത്. ടൗൺ ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ വരണം. കേട്ടോ, നമ്മളിപ്പോ വേഗം ഇല്ലിക്കലെത്തി. ഇനി നമ്മള് കുമരകത്തേക്കാണ് കയറുന്നത്. ഈ സ്ഥലം കുറച്ച് ബ്ലോക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇല്ലിക്കൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഇത്ര നേരം ബ്ലോക്കിലൊന്നും പെടാതെ വന്നു. നമ്മൾ ഇത്ര നേരം ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. നമ്മളപ്പോ കുമരകത്തോട്ട് കയറാൻ പോവാണ്. ഇവിടം വരെ ബസ് സർവീസ് ഉള്ളൂ ഇപ്പൊ തൽക്കാലത്തേക്ക്. ഇവിടെ ഈ പാലം പണിയുന്നത് കൊണ്ട് വലിയ ബസ്സൊന്നും കടത്തിവിടത്തില്ല. ചെറിയ ബസ് മാത്രമേ, വണ്ടികൾ മാത്രമേ ഇതുവഴി കടത്തിവിടത്തുള്ളൂ. അല്ലാത്ത ബസ്സുകളെല്ലാം ഇവിടം വരെ ഉള്ളൂ. ഇവിടെ പാലം പണി നടക്കുവാണ്. ഇതേ പാലം. പാലം പണിതാൽ ഇനി ഇതിന് പാലത്തിന് മുന്നേ വരെ അവിടെ നിന്നുള്ള വണ്ടി വന്ന് നിൽക്കും. നമ്മളപ്പോ കുമരകം കയറാൻ പോവാണ്. കുമരകം വള്ളംകളി നടക്കുന്നത് തോടായിരുന്നു. വള്ളംകളി നടക്കുന്ന തോട്. ഇവിടെയാണ് വള്ളംകളിയൊക്കെ നടക്കുന്നത്. നമ്മുടെ കുമരകം ബോട്ടിയെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോപ്പർ കുമരകം. ഇവിടെയാണ് ഹോട്ടലും ഇതും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ട്, ഹോട്ടല്, നമ്മുടെ ബേർഡ് സാഞ്ചുറി ഇവിടാണ്. ബേർഡ് സാഞ്ചുറി. ഇവിടെ കുറെ ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടാണ് കുമര ലേക്ക് റിസോർട്ട്, താജ്. പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് സ്റ്റേ ചെയ്യുന്ന ടെർമിനലുണ്ട് കുമരകത്തെ. ഇവിടാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവിടാണ് വന്നത്, കുമരകത്ത്. കുമരകം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. അവിടെ ഫോറിനേഴ്സ് പോകുന്നുണ്ടോ? ഒരു മാതാപ സാഹിത്യം നടന്നു പോകുന്നുണ്ടോ? കണ്ടോ? കവണാറ്റിൻകരയിലൊന്ന് നിർത്തിയതാണ്. കവണാറ്റിൻകര ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴ പോലെ തന്നെ ഇവിടെയും ഒത്തിരി ഹൗസ് ബോട്ടുണ്ട്. കുമരകം ടൂറിസ്റ്റ് പ്ലേസിന്റെ ഹൗസ് ബോട്ടുകൾ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കവണാറ്റിൻകര പാലം. ഇത് കവണാറ്റിൻകര പാലമാണ്. ഏട്ടൻ ഇവിടെ ഒത്തിരി നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നടക്കാം.
ഡബിൾ ഡെക്കർ അത് ഡബിൾ ഡെക്കർ ഏതാ? അപ്പർ ഡെക്കുള്ള ഹൗസ് ബോട്ടാണ് ഇത്. 2 ബെഡ്റൂം ബോട്ടാണ്. അപ്പർ ഡെക്ക് ഹൗസ് ബോട്ടാണ് ഇത്. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാൻ. മീനമ്മയ്ക്ക് ഇതിലെ മൈലാഞ്ചി മേടിച്ചു കൊടുക്കാൻ എന്നിട്ട് മീനടക്കുക. മീനമ്മ പിണങ്ങി ഓട്ടോയിൽ കയറിയായി. മീനമ്മയ്ക്ക് മൈലാഞ്ചി മേടിച്ചു കൊടുക്കാ. പറഞ്ഞുടനെ സാധിക്കണം. ഇതാ മരമൊക്കെ എടുത്ത് നല്ല ഭംഗിയായി. നിർത്തിയേരോ സ്ഥലത്ത് എവിടെയെങ്കിലും മുന്നിലൊന്ന് ഒരു മൈലാഞ്ചി മേടിക്കും.